തലൈവി പോയി ഇനിയെന്ത് ന്യൂസ് ആൻഡ് വ്യൂസ് ഇതാണെന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ സമ്പത്ത് എം പി, സാമൂഹ്യ നിരീക്ഷകൻ ഉണ്ണിച്ചെറിയാൻ, രാഹുൽ ഈശ്വർ, ബിജു രമേശ്, എം എ മസൂദ്, ഉഷ തെങ്ങന്തൊടിയിൽ, കെ ഗോമതിയമ്മ, ജെ ആർ പത്മകുമാർ, KPSC ലളിത, മധുപാൽ, ബി ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ് തുടങ്ങിയവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് 9 മണി വരെയാണ്. തീർച്ചയായും തമിഴ്നാടിൻ്റെ പുരട്ചി തലൈവി ജയലളിതയുടെ മൃതദേഹം സംസ്കരിച്ചു. മറീന ബീച്ചിൽ MGRന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്നാണ് ജയലളിതയുടെ മൃതദേഹവും സംസ്കരിച്ചത്. ജയലളിതയുടെ ഉറ്റതോടി ശശികലയാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. തീർച്ചയായും ജയലളിത വിടവാങ്ങിയ വിടവിൽ ഇനി ആരാകും തമിഴ്നാട്ടിലുണ്ടാവുക, എന്തൊക്കെയാകും തമിഴ് AIADMK രാഷ്ട്രീയത്തെ മതിക്കുക? ആദ്യം ശ്രീ സമ്പത്ത് എംപിയിലേക്ക്. ശ്രീ സമ്പത്ത് എം പി, ഒരുപക്ഷെ MGRന്റെ ശവമഞ്ചത്തിൻ്റെ ഘോഷയാത്രയിൽ നിന്ന്, ശവഘോഷയാത്രയിൽ നിന്ന് തള്ളിത്താഴെയിട്ട ആ ജയലളിതയുടെ വളർച്ച ഇന്ന് മറീന ബീച്ച് വരെ നിൽക്കുമ്പോൾ അത് ജനസഞ്ചയങ്ങളുടെ കൂടി ആദരമർപ്പിക്കപ്പെടുന്ന നിമിഷമായി മാറി. ഒരുപക്ഷെ ഇത്രയേറെ തിരസ്കാരങ്ങളേറ്റ ഒരു വനിതയും ഉണ്ടാകില്ല ഇത്തരത്തിൽ ഉയർന്നു വന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല. തമിഴ്നാട് നിയമസഭയിൽ നിന്നടക്കം അവർ അഴിഞ്ഞ മുടികളുമായി ഇറങ്ങിപ്പോയതൊക്കെ നമ്മുടെ ചരിത്രങ്ങളിലുണ്ട്. എങ്ങനെയാണ് ജയലളിതയെ ഈ സമയത്ത് നമുക്ക് അനുസ്മരിക്കാനാവുക? ജയലളിതയുടെ നിര്യാണത്തിലുള്ള അനുശോചനം ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ഞാനും പങ്കിടുമ്പോൾ തന്നെ, കൈരളി പീപ്പിളിൽ കൂടി ഞാനും അത് പങ്കുവയ്ക്കുമ്പോൾ തന്നെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ് ദേശീയ കവി സുബ്രഹ്മണ്യ ഭാരതി രചിച്ച ഒരു 4 വരി കൈരളി പീപ്പിളിൻ്റെ പ്രേക്ഷകർ ഇത്തരണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. சட்டங்கள் செய்வதும் பட்டங்கள் ஆள்வதும் பாரினில் பெண்கள் நடத்த வந்தோம், ஆண்களோடு பெண்களும் சரிനിகർ സമാനമായി വാഴ്വോം ഇന്ത നാട്ടിലെ. ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ, സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ ആരംഭ നാളുകളിൽ അങ്ങനെ ഇന്ന് ഭാരതിയാർ കവിതകൾ എന്ന് ചൊല്ലിക്കേൾക്കുന്നതും നമ്മളെല്ലാവരും വായിച്ച് അനുഭവിക്കുന്നതുമായിട്ടുള്ള ആ വരികളിൽ നിന്ന് ഞാൻ ഈ വരികൾ ഉദ്ധരിച്ചത്, വല്ലാത്ത പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, പ്രത്യേകിച്ചും ഒരുപാട് ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദം പോലും പുറത്തു കേൾക്കാത്ത നിലയിലേക്കും ചിന്ന വീട് പോലുള്ള സംസ്കാരങ്ങൾ ഇപ്പോഴും അവലംബിക്കുകയും ഉച്ചനീചത്വങ്ങളും ജാതി വ്യവസ്ഥയും അടിച്ചമർത്തലുകളും ജാതിപ്പോരുകളുമെല്ലാം ചോരക്കളിയായി മാറുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വനിത, ഒരു സ്ത്രീ ഇങ്ങനെ ഭരണത്തിൻ്റെ തലപ്പത്തേക്ക് അവർ കടന്നു വരികയും ജീവിതത്തിലെ എല്ലാ യാതനകളെയും കഷ്ടപ്പാടുകളെയും അതിനെയെല്ലാം ഒരു പോരാളിയെപ്പോലെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടുണ്ട്. ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലാണ്. അതും പലപ്പോഴും വല്ലാതെ കാൽവഴുതി വീഴുന്നത് പോലെ അധികാരത്തിൽ നിന്ന് എന്തിന് ഒരു മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 91 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, മുഖ്യമന്ത്രിയാകുന്നു, ആദ്യമായി 96 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു, ജയലളിത അടക്കം പരാജയപ്പെടുന്നു, പരാജയപ്പെട്ടതിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവ്, ഇതെല്ലാം തന്നെ അത്ഭുതാദരങ്ങളോടുകൂടിയായിരിക്കും ചരിത്രം വിലയിരുത്തുന്നത്. ഒരു കാര്യം, ആ വനിതയുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അനുഭവത്തെക്കാൾ വലിയ പാഠമായി മറ്റൊന്നുമില്ല എന്നത് ആ സ്ത്രീയെ, ആ വനിതയെ, ആ നേതാവിനെ, ആ ഭരണാധികാരിയെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് രാഷ്ട്രീയം എന്ത് എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ആയിരുന്ന വേളയിലും AIADMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുമെല്ലാം ആ പദവി വഹിക്കുമ്പോൾ, ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ കേരളത്തോട് പ്രത്യേക മമതയോടെ, കേരളത്തോട് സഹോദര നിർവിശേഷമായ സ്നേഹവായ്പോടെ അത് ഉള്ളിൽ അങ്ങനെ പലപ്പോഴും വെച്ച് സൂക്ഷിക്കുകയും അങ്ങനെ എടുത്തെല്ലായ്പ്പോഴും അവരുടേതായ പെരുമാറ്റത്തിൽ അത് പുറത്തു വന്നിട്ടുണ്ടാവില്ല. കാരണം ജയലളിത പൊട്ടിച്ചിരിച്ചുള്ള ചിത്രങ്ങൾ വളരെ വളരെ അപൂർവമാണ്, ഒരുപക്ഷെ അത്യപൂർവം എന്ന് പോലും പറയേണ്ടി വരും. പക്ഷേ ആ മനസ്സിൽ കേരളത്തോടുള്ള ഒരു മമതയുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളെല്ലാം നോക്കൂ, ദൃശ്യമാധ്യമങ്ങളിലായാലും അച്ചടി മാധ്യമങ്ങളിലായാലും തമിഴ് മാധ്യമങ്ങൾ കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുകയും ജനങ്ങളുടെ വികാരത്തിൽ പങ്കാളിയാവുകയും അത് ജനങ്ങളിലേക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച്, രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചെല്ലാം തന്നെ അങ്ങനെ കൂടുതൽ വിവരങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് കേരളമാണല്ലോ. കേരളവും തമിഴ്നാടും ഒരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ
സഹോദര നിർവിശേഷമായ സ്നേഹവായ്പ് പരസ്പരം പങ്കിടുന്ന ജനതയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയലളിതയുടെ ദേഹവിയോഗത്തിൽ കേരളവും തമിഴ്നാടിനോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും ഔദ്യോഗിക ദുഃഖാചരണവും നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണറും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത്. ഇവിടെ തമിഴ്നാടിൻ്റെ മാത്രം നഷ്ടമല്ല, ഈ രാജ്യത്തിൻ്റെ തന്നെ നഷ്ടമാണ് അവരുടെ ദേഹവിയോഗം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും ശ്രീ സമ്പത്ത്, നമുക്ക് ബിജു രമേശിലേക്ക് പോകാം. ബിജു രമേശ്, ഇപ്പോൾ സമ്പത്ത് എം പി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇത്രയേറെ ശക്തയായ ഒരു രാഷ്ട്രീയ വനിതയെ നമുക്ക് കാണാനാകില്ല. അത്തരത്തിൽ ജയലളിത അനുസ്മരിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അപ്പോഴും ജയലളിതയുടെ അഭാവം ഇനി എന്ത് എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് ശ്രീ ബിജു രമേശ്. ഇന്ദിരാഗാന്ധിയെ പോലെയല്ല, അതിനേക്കാളും അതിശക്തമായി ഒരു കമാൻഡിങ് പവറുള്ള ഒരു വനിതയാണ്. ലോകത്തിൽ തന്നെ ഇത്രയും ഒരു കമാൻഡിങ് പവറുള്ളൊരു വനിതയുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ആ സംസ്ഥാനത്തിലൊരു ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള സ്ഥലത്ത്, ഇത്രയും ആണുങ്ങളുള്ള സ്ഥലത്ത് ഒരാൾ പോലും അവരെ മുന്നിൽ നിൽക്കാൻ അല്ലാതെ ഇരിക്കാനൊരു ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് അത്രമാത്രം ഒരു ശക്തിയും കരുത്തും ആജ്ഞാശക്തിയും ഒക്കെ കാട്ടിയിട്ടുള്ളൊരു മുഖ്യമന്ത്രി എന്നല്ല ഒരു വ്യക്തി തന്നെ നമ്മുടെ ഈ ലോകത്തുണ്ട്, ഇതിനും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു മന്ത്രിസഭയിൽ നടക്കുന്ന ക്യാബിനറ്റിൽ പോലും എല്ലാവരും വളരെ ഈ അത്ര ഭവ്യതയോടുകൂടി നിന്ന് നടക്കുന്ന ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ മാത്രമേ ഉണ്ടാവൂ. അത്രയ്ക്ക് അമ്മയുടെ മുന്നിൽ ഇരിക്കാൻ പോലും ധൈര്യം കാണിക്കുന്ന വളരെ വ്യക്തികളുണ്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മളെപ്പോലുള്ള ചുരുക്കം ചെല്ലാണ് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് കാര്യം പറയാനുള്ള ഒരു സൗഭാഗ്യവും. അതാണ് ബിജു രമേശ്, ഒരു കാര്യം കൂടി. അത്തരത്തിൽ ഒരു പക്ഷേ ഒരു ജനാധിപത്യ വിരുദ്ധത നേരിട്ടാണോ അല്ലാതെയോ ഉള്ളടങ്ങിയിട്ടുണ്ട് ജയലളിതയുടെ വിഷയത്തിൽ എന്നതാണോ ഒരു പക്ഷേ അവർക്ക് ഉള്ള ഒരു അനുയായി വൃന്ദത്തെ പടുത്തുയർത്താനാകാത്തത്? സ്റ്റാലിനെ പോലെയോ അഴഗിരിയെ പോലെയോ ഒക്കെ മറുപക്ഷത്തുള്ളതുപോലെ അടുത്ത ഒരു തലമുറയിലേക്ക് പടുത്തുയർത്താൻ പറ്റിയില്ല ഒരു നിരയെ എന്നതൊരു പക്ഷേ ഈ ജനാധിപത്യ വിരുദ്ധതയുമായി ഉൾച്ചേരുന്നതാണ്. അതുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കണ്ടേ ജയലളിതയെ അനുസ്മരിക്കുന്നതോടൊപ്പം ശ്രീ ബിജു രമേശ്? ഈ പാർട്ടിക്ക് പാർട്ടിയുടെ സ്വഭാവമുണ്ട്, പാർട്ടിയുടെ അച്ചടക്കമുണ്ട്. മറ്റ് പാർട്ടികളെ പോലെ അവിടെയും ഇവിടെയും ഇരിക്കുന്നവർ സംസാരിക്കാറില്ല. നമ്മൾ സ്ഥിരം കാണുന്നതാണ്. നമ്മുടെ മറ്റ് പല ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റ് പാർട്ടികളായിക്കോട്ടെ, പലരും വന്നു നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള കോൺട്രഡിക്ഷനായിട്ട് സംസാരിക്കുന്ന കേൾക്കാം. പക്ഷേ AIADMKയിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല. പാർട്ടി ഇത്രയും അച്ചടക്കത്തിലുള്ളതാണ്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന പന്നീർസെൽവം അമ്മയുടെ അഭാവത്തിൽ പല പ്രാവശ്യം ഈ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറിമാരുണ്ട്, മറ്റ് ശക്തരായ മന്ത്രിമാരുണ്ട്. അവരുടെ പോർട്ട്ഫോളിയോകളെല്ലാം വളരെ ശക്തമായി തന്നെ ഭരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് തമിഴ്നാട് ഇത്രയും വളർച്ച ഉണ്ടാകുന്നത്. പക്ഷേ രാജ്യം ജനങ്ങളുടേതാണ് എന്ന് ജനങ്ങളിലേക്ക് ആ ഒരു ആശയം കൊണ്ടുവന്നത് ജയലളിത അമ്മയാണ്. കാരണം അവിടുത്തെ സാധാരണക്കാരുടെ മൊത്തം പ്രശ്നങ്ങൾ പഠിക്കുകയും അവരുടെ കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും വിദ്യാഭ്യാസം അതിന് പ്രാധാന്യം കൊടുത്തു. കുട്ടികൾക്ക് 3 നേരം ഭക്ഷണം, വസ്ത്രം, സ്കൂൾ ഉപകരണങ്ങൾ. ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും കൊണ്ടുവരേണ്ട, അത് രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ്. വളർന്നു വരുന്ന തലമുറ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാട്ടിലെ കുട്ടികളെ കംപ്ലീറ്റ് അമ്മ പഠിപ്പിക്കാൻ സർക്കാരിൻ്റെ ചെലവിൽ പഠിപ്പിക്കുന്ന ഏക സംസ്ഥാനം തമിഴ്നാട് തന്നെയാണ്. പഠിപ്പിക്കുന്നതിലുപരി അവർക്ക് അവരുടെ കല്യാണങ്ങളായിക്കോട്ടെ, ലാപ്ടോപ്പ് തുടങ്ങി അവർ ഓരോ ക്ലാസ് ഘട്ടങ്ങൾ കഴിയുമ്പോൾ അവർക്ക് 10ാം ക്ലാസ് കഴിയുമ്പോൾ ലാപ്ടോപ്പ്, സൈക്കിള്, പെൺകുട്ടികൾക്കാണെങ്കിൽ +2 കഴിയുമ്പോൾ സ്കൂട്ടർ തുടങ്ങി ഒരുപാട് ഉപകരണങ്ങൾ, അവർക്ക് തൊഴിൽ കിട്ടുന്നതിലേക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ, അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ, അതിൻ്റെ ട്രെയിനിങ് സെക്ഷനുകൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ മാതൃകയായിട്ട് ആദ്യം തുടങ്ങിയ പല കാര്യങ്ങളും പിന്നെ മറ്റ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിൽ പലതും നമ്മൾ അനുകരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം ഒരു ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിച്ചുകൊണ്ടിരുന്നത്. പണ്ട് നമുക്കറിയാം, ഒരു 15 വർഷം പുറകോട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, തമിഴ്നാട്ടിലെ ആൾക്കാരാണ് ജോലി കിട്ടാതെ ഒരു നേരം ആഹാരത്തിന് വേണ്ടി ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി ജോലി ചെയ്യുന്നത് മൊത്തം തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു.
ഇന്നൊരു തമിഴ്നാട്ടിലെ ഒരാളിനെ പഠിക്കാത്ത ഒരാളിനെ കിട്ടാനില്ല. എല്ലാ കുട്ടികളും അന്ന് 10-12 വയസ്സായ കുട്ടികൾ നമ്മുടെ ഹോട്ടലുകളിൽ ചെന്നാൽ അറിയാം ബാലവേലയ്ക്ക് നിൽക്കുന്നത്. ഇന്ന് എവിടെയെങ്കിലും തീർച്ചയായും ബിജു രമേശ്, താങ്കളിലേക്ക് എത്താം. സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ ശ്രീ ഉണ്ണിച്ചെറിയാൻ ഒരുപക്ഷെ AIADMKയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ MA മസൂദും ഉഷ തെങ്ങുംതൊടിയിലുമൊക്കെ ഉണ്ട്. അതിനു മുമ്പായി നമുക്ക് ഒരുപക്ഷെ ഈ ഘട്ടം വല്ലാത്ത പല ആശങ്കകൾക്കും അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾക്കും വഴിവെക്കുന്നു എന്ന കാര്യം നമുക്ക് തുറക്കാൻ സമയമായി. ഒരുപക്ഷെ നരേന്ദ്രമോദി ശശികലയുടെ അടുത്തെത്തുന്നു, ശശികലയുടെ തല തടകുന്നു, അത്തരത്തിൽ സമാശ്വസിപ്പിക്കുന്നു. ഇത് കേവലം മനുഷ്യധർമ്മമായ കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് ജയലളിതയ്ക്ക് ശേഷം ചില ദേശീയ രംഗപ്രവേശനം ദ്രാവിഡ ജനതയ്ക്കിടയിലേക്കുണ്ടാകും എന്ന തരത്തിൽ നിരീക്ഷണങ്ങൾ വരുന്നു. ജയലളിതയ്ക്ക് ശേഷം എന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും അത് പ്രസക്തമാണ്. ഇപ്പോൾ BJP പോലെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള 2 ദേശീയ പാർട്ടികളുടെ സഹായം ഇല്ലാതെയാണ് നിലവിൽ തമിഴകത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. 2 ദ്രാവിഡ കക്ഷികളെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് പാർട്ടിയുടെ ഒരു ആശയമായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ അതിശക്തനായ അല്ല ശക്തയായ ഒരു നേതാവിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. ഈ 2 കാര്യങ്ങൾ വഴിയാണ് അണികളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ പറ്റും. ഇപ്പോൾ ദ്രാവിഡ മുന്നേറ്റ കഴകം 1950കളിൽ സ്ഥാപിക്കപ്പെടുന്നത് തന്നെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധത മുഖമുദ്രയായി സ്വീകരിച്ചുകൊണ്ടാണ്. അത് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നൊരു കാലാവസ്ഥ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകം ആ ആൻറ്റി ബ്രാഹ്മിൻ ആൻറ്റി ഹിന്ദി ആശയത്തിലാണ് പിടിച്ചു കയറി വന്നത്. പിന്നീട് ഈ MGR അഖിലേന്ത്യാ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിക്കുമ്പോഴേക്കും ആ പാർട്ടിക്ക് ഈ പറയുന്നത് പോലെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനുള്ളതുപോലെ വ്യക്തമായ ഒരാശയ അടിത്തറ ഉണ്ടായിരുന്നിട്ടില്ല. MGR എന്ന വ്യക്തി പ്രഭാവം മാത്രമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഈ ആൻറ്റി ബ്രാഹ്മിൻ ആൻറ്റി ഹിന്ദി ആശയങ്ങളിൽ നിന്നൊക്കെ MGR പിന്നോട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ പൈതൃകം ഇപ്പോൾ AIADMKയ്ക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ AIADMKയ്ക്ക് സ്വന്തമായിട്ടുള്ളത് തീർച്ചയായിട്ടും ജയലളിത എന്ന് പറയുന്ന അതിശക്തയായ നേതാവിൻ്റെ ഒരു പ്രസൻസാണ്. ഇപ്പോൾ ആ നേതാവില്ല. ആ നേതാവില്ലാതെ വരുമ്പോൾ ഇനി അണികളെ ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ച് നിർത്തുന്ന ആശയങ്ങൾ വളരെ നന്നായിട്ടില്ല. കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന വലിയ ആശയങ്ങളില്ല. ജനങ്ങളെ ആകർഷിക്കാനോ സ്വാധീനിക്കാനോ പറ്റുന്ന നേതാക്കന്മാരുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തമിഴ്നാട്ടിൽ വലിയ വേരുണ്ട് താനും. ഈ BJP പോലെയോ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇനി തീർച്ചയായിട്ടും ഇവർ നോട്ടമിടും. ഇതിനു മുമ്പ് ശ്രമിച്ചതാണ്, ജയലളിത വേണ്ടെന്ന് വെച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലോ പാർലമെന്റ് ഇലക്ഷനിലോ ഈ ജയലളിത തയ്യാറായിരുന്നെങ്കിൽ BJP 100% തയ്യാറായിരുന്നു. ജയലളിത അത് വേണ്ടെന്ന് വെച്ചതാണ്. ഇനിയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പന്നീർശെൽവം ആയാലും തമ്പിദുരൈ ആയാലും ഇനി വരാൻ പോകുന്നത് ആരായാലും അവർക്ക് ഈ ഒരു ആർജവമോ ഈ ഒരു ചങ്കൂറ്റമോ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ കക്ഷികളുടെ സമ്മർദ്ദത്തിനോ പ്രലോഭനങ്ങൾക്കോ അവർക്ക് വഴങ്ങേണ്ടി വരും. അത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം. ശ്രീമതി ഉഷ തെങ്ങുംതൊടിയിൽ, അതായത് ഒരുപക്ഷെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വലിയ അഭിമാനമാണ് ജയലളിത മുമ്പോട്ട് വെച്ചത്. ജയലളിതയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിനും വല്ലാത്ത ഒരു വിടവ്, ജയലളിത പോയ വിടവ് കൃത്യമായുണ്ട്. ശ്രീ ഉഷ, അമ്മ ഭൂമിയിൽ നിന്ന് മാത്രമേ പോയിട്ടുള്ളൂ. അതെൻ്റെ വികാരമായിരിക്കാം ചിലപ്പോൾ. കാരണം ഒരിക്കലും ജനഹൃദയങ്ങളിൽ നിന്ന് അമ്മ മാഞ്ഞു പോവില്ല. ഒരു കുട്ടി ഗർഭസ്ഥയാകുമ്പം തന്നെ അമ്മയുടെ കരസ്പർശം അവിടെ വരികയാണ്. പിന്നീട് ആ കുട്ടി പഠിച്ചു വലുതായി കല്യാണപ്പന്തലിരിക്കുമ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം അമ്മ നൽകണം, അതെല്ലാം നൽകിയിട്ടാണ് അമ്മ ആ കുഞ്ഞിനെ അങ്ങോട്ട് വിടുന്നത്. അത്രയ്ക്ക് ശക്തയായിട്ടുള്ള ഒരു ഭരണാധികാരി ഇന്ന് വരെ ഈ ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറയാം. പക്ഷേ AIADMKയ്ക്ക് ഒരു ശക്തമായ അടിത്തറയുണ്ട്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം MGRനും തലമുറക്കാരില്ലായിരുന്നു. MGRന്റെ ശിക്ഷണത്തിൽ വന്നതാണ് ജയലളിത അമ്മ. പക്ഷെ ആ ശിക്ഷണത്തിൽ അമ്മയുടെ കൂടെ എത്രയോ വർഷങ്ങൾ കൂടെ നിന്നവർ ഇന്നും അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അവർക്കറിയാം അമ്മയുടെ മനസ്സിന്റെ സ്പന്ദനം. അവർക്കറിയാം അമ്മ എങ്ങനെയാണ് മക്കളോട് പെരുമാറിയത്, എങ്ങനെയാണ് അമ്മ മക്കളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഇന്ന് നിയോഗിക്കപ്പെട്ട ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ ഭരണം തന്നെ ഇനിയുള്ള കാലങ്ങളിലും ഈ തമിഴ്നാട്ടിൽ ഉണ്ടാകണം. അതാണ് AIADMKന്റെ ശക്തി. അല്ല എങ്കിൽ ഇക്കണ്ട കാലം അമ്മയെന്ന് വിളിച്ച് കരഞ്ഞവരൊക്കെ വെറുതെ ആയി പോകും. അമ്മയെ നെഞ്ചിലേറ്റി നടക്കുന്നവർക്ക് ഇവർ കൊടുക്കുന്ന ഭരണക്രമം അത് അമ്മ തുടങ്ങി വെച്ചതാണെങ്കിൽ അത് അവസാനം വരെയും
അവരെ കൈകളിലെത്തും. സുരക്ഷിതമായിട്ടുള്ള ഒരു ഭരണക്രമങ്ങൾ തന്നെ ഉണ്ടാവും. ഇവിടെ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഇല്ലെങ്കിൽ BJP-ക്കാരോ ഒരു ഇതിലും അമ്മ ചേർന്ന് നിൽക്കാതെ സ്വന്തം ശക്തിയിൽ സ്വന്തം കാലുറപ്പിൽ ഇത്രയ്ക്കധികം MLA-മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരിച്ച് മുന്നോട്ട് വന്ന് ശക്തമായ ഭാഷയിൽ ശക്തമായി തന്നെ എതിർത്ത് ശക്തമായി എൻ്റെ ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിലും ഇതുവരെയും കണ്ടിട്ടില്ല. അമ്മയുടെ കൂടെ നടക്കാൻ തുടങ്ങിയതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം 1987 ചെന്നൈയിലെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ കൊണ്ട് ഞാൻ അമ്മയുടെ പിന്നാലെ തന്നെയാണ്. ഇന്ന് വരെ ഞാൻ വേറൊരു സ്ഥലത്ത് വോട്ട് ചെയ്യാനോ വേറൊരു പാർട്ടിയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം എനിക്ക് പാർട്ടി എന്ന് പറയുന്നത് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാനൊരു പാർട്ടി പ്രവർത്തകയായിട്ട് അമ്മയുടെ പിന്നാലെ ഒന്നും ഞാൻ നടന്നിട്ടില്ല എൻ്റെ ഹൃദയത്തിൽ. പക്ഷെ അമ്മ തന്നൊരു നല്ല ഒരു പോസ്റ്റ് എനിക്കുണ്ട്. ആ പോസ്റ്റിന്റെ വില ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് തന്നെ ഞാൻ അമ്മ എങ്ങനെയൊക്കെ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്ന് ഒരു സഹായം, ഒരു കൈ സഹായം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു, അതുപോലെ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ എല്ലാവർക്കും കൊടുത്തു തന്നെ അമ്മ തുടർന്ന പിൻവഴിയിൽ ഞങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഭൂമിയിലായാലും സ്വർഗത്തിലായാലും ഇല്ലെങ്കിൽ എവിടെയായാലും നിത്യശാന്തി മാത്രമേ ഇപ്പൊ നേരാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അമ്മയും ഒത്ത് മീൻസ് ജയലളിതയും ഒത്തുള്ള ഒരു അനുഭവം ഈ ഘട്ടത്തിൽ ഒന്ന് വിവരിക്കാം, അനുസ്മരണം എന്ന്. അമ്മയും ഒത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിലെ എൻ്റെ ഒരു ചെറുപ്പകാലത്തിലാണ് ഞാൻ അമ്മയെ ഇത്രയും ദൂരത്ത് വെച്ചാ കാണുന്നത്. അമ്മ ചിരിച്ചു. അപ്പൊ അമ്മയ്ക്ക് അറിയാം, അമ്മ എൻ്റെ CD കണ്ടിട്ടുണ്ട്. ഞാൻ തന്മല നെന്മല പോലെ തലവി വന്നിട്ടാൾ എന്ന് പറഞ്ഞ ഒരു പാട്ട് സീൻ അമ്മയ്ക്ക് വേണ്ടി അഭിനയിക്കുകയായിരുന്നു ആദ്യത്തെ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പം അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. അമ്മ ഈ CD ഇട്ട് കണ്ടപ്പോൾ ആദ്യം ചോദിച്ചു, ഇത് മലയാളത്തം പൊണ്ണ് താനേ, അവരെ ഒന്ന് എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കണ്ടപ്പം നല്ലായിருக்கு എന്നൊരു വാക്ക് പറഞ്ഞു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഞാനും ശരി അമ്മയെന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും പല ആൾക്കാരെ വിട്ടിട്ടും ഇപ്പം അമ്മയുടെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നു പോകും. കാരണം എനിക്ക് പറയാൻ ഇത്തിരി വിഷമമുണ്ട്, കാരണം പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഓരോ ഘട്ടത്തിൽ എനിക്ക് ജോലിയായിട്ടും പല ഓഫറുകളും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ മക്കളെ വിട്ട് ഞാൻ വേറൊരു ദേശത്തേക്കോ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ടോ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തൊഴിലുമായിട്ട് മാറിപ്പോകാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. പിന്നീട് ഇപ്പം മക്കളെല്ലാം ഒരു സ്ഥാനത്തെത്തിയപ്പോൾ പൂർവാധികം ശക്തിയിൽ അമ്മ എനിക്കൊരു പോസ്റ്റ് തന്നപ്പോൾ ആ പോസ്റ്റും വെച്ച് ഞാൻ അമ്മയുടെ പിന്നാലെ തന്നെ സഞ്ചരിക്കുന്നു. അമ്മ എന്ന് പറയുന്നത് ഹൃദയത്തിൽ ചുമന്ന് തന്നെ നടക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. കാരണം എനിക്കത് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ അറിയില്ല. തീർച്ചയായും ശ്രീ MA മസൂദ്, ഇത്തരത്തിൽ വൈകാരികമായ ഒരു കേന്ദ്രീകരണം ജയലളിതയിലേക്കുണ്ടാകുമ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രമായിരുന്നു അത്. ആ വ്യക്തിക്ക് ചുറ്റുമുണ്ടായിരുന്ന പ്രഭാവമാണ്. ആ വ്യക്തി ഇപ്പോൾ ഉണ്ണിച്ചെറിയാൻ പറഞ്ഞതുപോലെ അപ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് എന്നുള്ളത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചും ഒപ്പം പ്രത്യേകിച്ചും AIADMKയെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ്. ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്, പനീർ സെൽവമോ ശശികലയോ രണ്ട് ധ്രുവങ്ങൾ AIADMKയിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്നതാണ്. MGRന് ശേഷം ജയലളിത ഉണ്ടായിരുന്നു എന്ന് ശ്രീമതി ഉഷ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ആര് എന്നുള്ള ചോദ്യമാണ്. പനീർ സെൽവമാണോ ശശികലയാണോ? ഇത് ഏതൊക്കെ മുഹൂർത്തങ്ങളെയാകും ഇത്തരത്തിൽ തൃപ്തിപ്പെടുത്തുക? ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചത് ഒരു പാലക്കാട്ടുകാരനായ ഡോക്ടർ TM നായരാണ്. അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജസ്റ്റിസ് പാർട്ടി. ആ ജസ്റ്റിസ് പാർട്ടിയാണ് തന്തൈ പെരിയാർ ദ്രാവിഡ ഘടകമായത്. ആ ദ്രാവിഡ ഘടകത്തിൽ നിന്നാണ് റണ്ണ ദ്രാവിഡ മുന്നേറ്റ ഘടകം രൂപീകരിച്ചത്. ആ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിൽ നിന്നും പിരിഞ്ഞാണ് അല്ലെങ്കിൽ പുറത്തു വന്നാണ് മലയാളിയായ MGR AIADMKക്ക് രൂപം നൽകിയത്. അദ്ദേഹം അതിന് രൂപം നൽകുമ്പോൾ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ദ്രാവിഡ മുന്നേറ്റ കഴകം ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ആ ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ് മഹാനെന്ന് വിളിക്കപ്പെടുന്ന കാമരാജ നാടാരെ പോലും DMK പരാജയപ്പെടുത്തിയത്. 1967 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് നഷ്ടപ്പെട്ടു: ബംഗാൾ, കേരള, തമിഴ്നാട്. ബംഗാളിൽ കോൺഗ്രസിൻ്റെ വേറൊരു പതിപ്പായ മമതാ ബാനർജി വന്നു. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വന്നു. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയില്ല?
ആ ഒരു ചോദ്യം വളരെ വലുതാണ്. ആ ചോദ്യത്തിനുള്ള ഒരൊറ്റ ഉത്തരമാണ് അറിഞ്ഞറണ്ണ അല്ലെങ്കിൽ CN അണ്ണാദുര. അദ്ദേഹം പടുത്തുയർത്തിയ ആ രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും രണ്ട് DMK-യും AIADMK-യും ഈ രണ്ടിലും ചേർന്ന് നിൽക്കുന്ന കക്ഷികൾക്ക് ഒരുപക്ഷെ സീറ്റുകൾ കിട്ടിയെന്ന് വരാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയൊക്കെ തകർത്തിട്ടുണ്ട്. DMK-യുമായി ചേർന്ന് നിന്നതുകൊണ്ടാണ് കോൺഗ്രസിന് കുറേ സീറ്റുകൾ അവിടെ കിട്ടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ മലയാളിയായ ഡോക്ടർ TM നായർ രൂപീകരിച്ച ദ്രാവിഡ പ്രസ്ഥാനം മറ്റൊരു മലയാളിയായ അതേ പാലക്കാട്ടുകാരൻ MGR രൂപീകരിച്ചാണ് AIADMK. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടെങ്കിൽ ഒരു 19 വർഷത്തെ പിന്നെ ദ്രാവിഡ രാഷ്ട്രീയ ജീവിതം ശരിയാണ്. താങ്കൾ പറഞ്ഞത് ചരിത്രപരമായി ശരിയാണ്. പക്ഷേ ഇനി എന്ത് എന്ന ചോദ്യത്തിന് നമ്മളുടെ മുമ്പിൽ യുക്തിപരമായി ഒരു ശൂന്യതയുണ്ട്. അവിടെയാണ് പനീർശെൽവവും ശശികലയും എന്ന രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ നിരീക്ഷിക്കുന്നു, എനിക്കറിയാം. ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരികയാണെങ്കിലും ഒരു മുൻഗണന ഒരു ഭാഗത്ത് കൊടുത്തിട്ടില്ലേ വരാനൊക്കെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം DMK-യിലുണ്ടായിരുന്ന MGR മന്ത്രങ്ങളാണ് AIADMK-ക്ക് രൂപം കൊടുത്തത്. ഫൗണ്ടേഷൻ അതാണ്. ആ ഫൗണ്ടേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു പാർട്ടിയിൽ. അണികളെന്ന് പറയുന്നത് നേതാക്കന്മാർ അംഗീകരിക്കുന്നുമില്ല എന്നുള്ളതല്ല, പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകളെ അണികൾ അംഗീകരിക്കുന്നു. അതിൻ്റെ ഒരു മുഖ്യ തെളിവാണ് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസരത്തിൽ നടന്ന തമിഴ്നാട്ടിലെ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 3ലും ഗംഭീര വിജയം AIADMK-ക്ക് ജയിക്കാൻ സാധിച്ചുവെങ്കിൽ ഫൗണ്ടേഷനുള്ള പ്രവർത്തകർ ആ ഫൗണ്ടേഷൻ, ആ തത്വം, ആ പരിപാടി അവ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പനീർശെൽവവും ശശികലയോ തമ്പിദുരയോ ആരോ ഈ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കില്ല എന്ന് ഈ പാർട്ടിയിൽ അടിയുറത്ത് വിശ്വസിക്കുന്ന എന്നെ പോലുള്ള ഒരു അഭിപ്രായം അതാണ്. അതുകൊണ്ട് ആ ഒരു ഇതുണ്ടാവില്ല. AIADMK രണ്ടായി, ഒരു ഭാഗം BJP-യിലും ഒരു ഭാഗം കോൺഗ്രസ് ഏതെങ്കിലും പോകുമെന്ന് ആരും കരുതണ്ട. അതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ തമിഴ്നാട്ടിലെ വർഗബോധമുള്ള ജനത, നമ്മളിപ്പോൾ പറയും തമിഴ്നാട്ടിലൊക്കെ പാണ്ഡികളാണ്, അവർക്ക് വിവരമില്ലെന്ന്. അവർക്ക് ഇപ്പോൾ വിവരമുള്ളൂ. വിദ്യാഭ്യാസമുള്ള നമുക്ക് വിവരമില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് AIADMK രണ്ടാകുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം, ഇപ്പോൾ പനീർശെൽവം പാർട്ടിയുടെ പേരിലുള്ള മുഖ്യമന്ത്രിയായി. ഇനി പാർട്ടിയിലൂടെ ജനറൽ സെക്രട്ടറി വരും. അതിപ്പോൾ 2 പേരുകളാണ് വെളിയിൽ വരുന്നത്. ഒന്ന് ശശികല, വേറൊന്ന് തമ്പിത്തുരൈ. പാർലമെൻറ്റിൽ തമ്പിത്തുരയുടെ സേവനങ്ങൾ ആവശ്യമാണെന്ന് പാർട്ടിക്ക് തോന്നിയാൽ അദ്ദേഹം പാർലമെൻറ്റിൽ നിൽക്കും. അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും അവ അറിയുകയും രാഷ്ട്രീയ രംഗത്ത് പ്രകടമായി പുറത്തു വന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരു വനിതയാണ് ശശികല. എത്ര കണ്ട ആരോപണങ്ങൾ ആര് പറഞ്ഞാലും. അതുകൊണ്ട് അവർക്ക് ഈ പാർട്ടി അറിയാം. അതുകൊണ്ട് നമുക്കൊരു ഇടവേള പോയതിന് ശേഷം വേഗം തിരിച്ചെത്താം. അത്തരത്തിൽ നാം പുറത്തുനിന്ന് കാണുന്നത് പോലെ ഒരു വൈകാരിക അടിത്തറ മാത്രമല്ല AIADMK-ക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ചില പടുത്തുയർത്തലുകൾ ജയലളിതയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ധ്രുവങ്ങളിലേക്കാകും AIADMK-യുടെ രാഷ്ട്രീയം പോകാൻ സാധ്യത? അങ്ങനെ പോയാൽ ഏതൊക്കെ കക്ഷികൾക്കാകും ദേശീയ തലത്തിൽ അതിൻ്റെ നേട്ടമുണ്ടാവുക? ഇതൊക്കെയായി ചർച്ച നമുക്ക് വിന്യസിക്കും. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീമതി K. ഗോമതി അമ്മാൾ, അതായത് ഒരുപക്ഷെ വലിയ തമിഴ് കരുത്തായിരുന്നു ജയലളിതയ്ക്ക് ഒരുപക്ഷെ ജന്മന തമിഴിൻ്റെ ജന്മത്വം അവകാശപ്പെടാനുണ്ടാകില്ല. തമിഴുമായി ബന്ധമുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത്തരത്തിലുള്ളവരെ നാം തമിഴരുടെ എല്ലാ തരത്തിലും വൈകാരികമായ ആവേശം ഏറ്റുവാങ്ങിയവരൊക്കെ ഒരുപക്ഷെ തമിഴ്നാടിന് പുറത്തായിരിക്കാം. MGR ആയിക്കോട്ടെ, ഇപ്പോൾ രജനീകാന്ത്, ജയലളിത അടക്കമുള്ളവരൊക്കെ ഇത്തരത്തിലൊരു അത് സ്വന്തം ആത്മാഭിമാനത്തെ അംഗീകരിക്കുന്നവർ മാത്രമേ പുറത്തുള്ള ആത്മാഭിമാനത്തെ അംഗീകരിക്കൂ എന്നൊക്കെയുള്ള വിശാലമായ ദാർശനികത അതിന് കൊടുക്കാം. പക്ഷെ ജയലളിത എന്ന വ്യക്തി തമിഴ് ജനതയ്ക്ക് എന്തായിരുന്നു? ഇപ്പോൾ ഇവർ 2 അണികളും പറഞ്ഞു, അവരുടെ ആ ഫീലിങ്സോടുകൂടി അവർ പറഞ്ഞു. ഇതുപോലെ ആ ജനമനസ്സുകളിൽ ഒരു വികാര തരംഗം, ഞങ്ങൾക്ക് എന്താവശ്യത്തിനും കൂടെ നിൽക്കാൻ ഒരു അമ്മ സാന്നിധ്യം, അമ്മയായിട്ട് കൂടെ നിൽക്കും എന്ന് ഒരു വിഭാഗം,
ഞാൻ എല്ലാവരെയും പറയുന്നില്ല, തമിഴ്നാട്ടിലെ ഏതാണ്ട് ഒരു 60-65% മുകളിൽ മനുഷ്യരുടെ മനസ്സിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വികാരം വളർത്തിയെടുക്കാൻ ജയലളിതയ്ക്ക് കഴിഞ്ഞു. ആദ്യത്തെ സ്പെല്ലിൽ ജയലളിത മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജയലളിത ഒരുപാട് തെറ്റുകൾ ചെയ്തു. അപ്പോൾ പിന്നെ ജയിൽവാസം, ഒരുപാട് അനധികൃത സ്വത്ത് സമ്പാദനം, 10,000 സാരികളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ വന്ന വാർത്തകളെല്ലാം നമ്മളെല്ലാം കണ്ടു. മനോരമ ചാനലിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയല്ലായിരുന്നു അവരുടെ ചെരുപ്പ്. പക്ഷേ അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കാരണം ജയലളിത ഏതാണ്ട് 20 വർഷം ടോപ്പ് മോസ്റ്റ് ഹീറോയിനായിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, ഈവൻ ഹിന്ദിയിലും മലയാളത്തിലും കൂടെ അവർ അഭിനയിച്ചിട്ടുണ്ട്. ആ ടോപ്പ് മോസ്റ്റ് ഹീറോയിൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച ഒരു നടിയായിരുന്നു ജയലളിത. ജയലളിതയുടെ സ്വന്തം സമ്പാദ്യം ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ജയലളിതയുടെ ചെരുപ്പിൻ്റെയൊക്കെ കണക്കെടുത്തത് കരുണാനിധിയുടെ ചീപ്പായ രീതിയായിപ്പോയി. അതിനോടൊന്നും എനിക്ക് 1% പോലും യോജിപ്പില്ല. കാരണം ജയലളിത സ്വന്തം 20 വർഷം ടോപ്പ് മോസ്റ്റ്, അത് കാശിന് വിലയുള്ളൊരു കാലത്ത്. പിന്നെ MGRൻ്റെ ഇതേക്കനിയായിരുന്നു. MGRും അന്ന് ഏറ്റവും വരുമാനമുള്ള, ഏറ്റവും ധനികനായ സിനിമാ നടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നടിയായിട്ടിരിക്കുമ്പോൾ അതിൻ്റേതായ വരുമാന സ്രോതസ്സുണ്ട് അവർക്ക്. അനധികൃത സ്വത്ത് സമ്പാദനം കേസൊക്കെ വന്നെങ്കിൽ പോലും അവരുടെ സാരിയും ബ്ലൗസും ചെരുപ്പും സ്വത്തും സ്വർണവും എല്ലാം അവരുടെ സ്വന്തം സമ്പാദ്യം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ പ്രശ്നം അതല്ല. അവർ ഈ ജനമനസ്സിൽ ഒരു 70% മനസ്സിലും അവർ രണ്ടാമത്തെ സ്പെല്ലിലാണ് ശരിക്കും കയറിയത്. ആദ്യത്തെ സ്പെല്ലിൽ അവർക്ക് വന്ന പാളിച്ച, ഈ ശശികല അവരുടെ ആപത്ത് സമയത്തൊക്കെ അവരുടെ കൂടെ നിന്ന തോഴിയാണ്. അതായത് ഇവരെങ്ങും ഇല്ലാതെ നിന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് സപ്പോർട്ട്, ഒരു ചെറിയ വീട്ടിലായിരുന്നു ഈ ശശികലയൊക്കെ. ഷി വാസ് നത്തിങ്. ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് ഒരു വീഡിയോ കടയൊക്കെ ആയിരുന്നു അവർക്കെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ജയലളിത സപ്പോർട്ട് ചെയ്തു. കാരണം ജയലളിത അന്നും ധനികയാണ്. ജയലളിതയുടെ കയ്യിൽ അന്ന് പണമുണ്ട്. ജയലളിതയ്ക്ക് സപ്പോർട്ടിനായിരുന്നു ആളില്ലാതെ പോയത്. കാരണം അമ്മ മരിച്ചുപോയി. ഒരേ ഒരു സഹോദരനുണ്ട്. ആ സഹോദരനുമായിട്ട് മാനസികമായിട്ട് ഇവർ അടുപ്പത്തിലല്ലായിരുന്നു. ക്ലോസ് റിലേറ്റീവ്സിനെ ഒന്നും ജയലളിത അടുപ്പിച്ചിരുന്നില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജയലളിതയുടെ മനസ്സിൽ ജയലളിത എപ്പോഴും വിശ്വസിച്ചിരുന്നത് തന്നെ മാത്രമായിരുന്നു. മറ്റാരെയും അവർ പരിപൂർണമായിട്ട് വിശ്വസിച്ചിരുന്നില്ല. പിന്നെ ഒരു പരിധി വരെ ശശികലയെ അവർ നമ്പിയിരുന്നു, മറ്റാരെയും അവർ നമ്പിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ പാർട്ടിയെ പറ്റിയും അവരെ പറ്റിയൊക്കെ കുറേ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു രണ്ടാമൻ ആ പാർട്ടിയിലില്ല. നമ്മളിതൊക്കെ പറഞ്ഞാലും ശരി, പന്നീർശെൽവത്തെ അവരെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും പന്നീർശെൽവം സ്റ്റാൻഡ്സ് ഫാർ ബിലോ. നമുക്കതറിയാം. ഒരു ജയലളിതയോട് പന്നീർശെൽവം കാണിക്കുന്ന ആ വിധേയത്വം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഒരു യജമാനത്തിയോട് അല്ലെങ്കിൽ ഒരു സുപ്പീരിയറോട് ഒരു താഴെപ്പടിയിൽ നിൽക്കുന്ന ഒരാൾ അതുപോലെ ആയിരുന്നു എല്ലാവരും. ജയലളിതയോട് ഈക്വലായിട്ട് ഏകദേശം. അതൊരു ജനാധിപത്യ സ്ഥാപനത്തിന് ഭൂഷണമാണോ അല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിന്റെ മനസ്ഥിതിയും മല്ലു മനസ്സും വെച്ച് നോക്കിയാൽ അതൊരിക്കലും ശരിയല്ല. പക്ഷേ തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും ഈ ഒരു ഇതുണ്ട്. അതായത് ആ ഭരിക്കുന്ന ആള് ഏറ്റവും ടോപ്പിൽ നിൽക്കുകയും ബാക്കിയുള്ളവർ കേരളത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാനൊക്കത്തില്ല. കാരണം ഏകദേശം നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെല്ലാവരുമായിട്ടും ഏകദേശം അതാണ്. ഒരുപക്ഷെ ആ സമീപനം ജയലളിതയ്ക്ക് ശേഷമുള്ള നിരയെ ശക്തമായി പടുത്തുയർത്താൻ ഉണ്ടാക്കിയോ അഭാവം എന്നുള്ളതാണ്. ഒരാൾ വൈകാരികമായ അടിമത്വം കാണിക്കുന്നു എന്നൊന്നുമല്ല ഈ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ. തീർച്ചയായും അതിലേക്ക് എത്താം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ സമ്പത്ത് എം പി, ഒരുപക്ഷെ ജയലളിത എന്ന വലിയൊരു വ്യക്തിത്വത്തെ അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയമായ ഒരു സ്പേസ് ഇനി എന്ത് എന്ന് ചർച്ചകളിൽ അനുസ്മരണത്തിൻ്റെ ഭാഗമായി തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരുപക്ഷെ പല ഇടങ്ങളിലും ഇനി കേരളത്തിൽ നിന്നും പോലുമുള്ള പല ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ, അല്ലെങ്കിൽ കുറെ കൂടി തെളിച്ചു പറഞ്ഞാൽ BJP-കാരുടെ നേതാക്കന്മാർ വരെ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ട് കഴിഞ്ഞു. ഇനി തമിഴ് ജനതയിൽ ജയലളിതയ്ക്ക് തുടർച്ച തങ്ങളിലൂടെ ഉണ്ടാകും എന്ന ധ്വനി വരുത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് എന്തെങ്കിലും തമിഴ് മണ്ണിൽ ഇടമുണ്ടാകുമോ? താങ്കൾ വളരെ ശക്തമായി ഈ കാര്യം അറിയുന്ന ആൾ എന്നുള്ള നിലയിൽ കൂടി. ശ്രീ സമ്പത്ത് കേൾക്കാമോ? സമ്പത്തിൻ്റെ കേൾവിയിലേക്ക് എത്താൻ ചില ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രീമതി ഉഷ തെങ്ങുതൊടിയിൽ, അതായത് ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, അത്തരത്തിലൊരു വൈകാരിക അടിത്തറയുടെ തുടർച്ചയായി
ശശികലയിലേക്കാണോ പാർട്ടിയുടെ അധികാരം പോകേണ്ടത്? ജനറൽ സെക്രട്ടറിയായി ശശികലയെ കൊണ്ടുവരും എന്നൊക്കെ അറിയുന്നു. ശശികലയാണ് മുഴുവൻ ചടങ്ങുകൾക്കും നേതൃത്വം നൽകിയത്. ഒരുപക്ഷെ പനീർശെൽവത്തിനപ്പുറത്തേക്ക് ശശികലയ്ക്ക് ഒരുപക്ഷെ ഈ മരണസമയത്ത് പോലും വല്ലാതെ ധൃതി പിടിച്ച്, ഒരുപക്ഷെ നിയമപരമായി പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നു, പനീർശെൽവം ആ അധികാരത്തിലേക്ക് പോകുന്നു, എന്തൊക്കെയോ ചിഞ്ഞു നാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണോ അത്? വായിച്ചെടുക്കാമോ? അങ്ങനെ വായിച്ചെടുക്കുന്നതിൻ്റെ അല്ല, കാരണം ഉൾവലികൾ നിറയെ ഉണ്ടാകും. കാരണം ഒന്നാമത്തത് അമ്മയുടെ സ്വത്ത്, അമ്മയ്ക്ക് അനന്തരാവകാശികളില്ല, അതാണ് മെയിൻ കാരണം. അല്ലാതെ ഇവിടെ രാഷ്ട്രീയമായിട്ട് നോക്കുക എന്ന് വെച്ചാൽ ആ ഒരു പോസ്റ്റിലോട്ട് വരണമെന്നുള്ളത് രണ്ടാമത്തെ ഘട്ടമാണ് കിടക്കുന്നത്. അമ്മയ്ക്കുണ്ടായിരിക്കുന്ന ഈ ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇരിക്കുന്ന അത്രയ്ക്കും കൊച്ചിലെ 13 വയസ്സ് മുതൽ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് മുതൽ കൊണ്ട് MGRന്റെ മുതൽ കൊണ്ടുള്ള ഈ സ്വത്തുക്കളും ഈ ഇതിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഏത് കൈകളിലോട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു ഇതിലേക്കാണ് പിന്നത്തെ ഈ ഒരു തീരുമാനം പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത മിനിസ്റ്ററായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കാം. പക്ഷേ കൂടെ പോയിരുന്ന സഖി, തോഴി, അവർ സ്വാഭാവികമായിട്ടും അത് എനിക്കുള്ളതായിരിക്കുമെന്ന് ചിന്തിച്ചിരിക്കാം. ഈ രണ്ട് ചിന്തകളൊക്കെ വരുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ഥാനമാനങ്ങൾ വരുന്നത്. പനീർശെൽവം സാർ 3 പ്രാവശ്യം പിന്നെ തമിഴ്നാട് ഭരിച്ചു. അത് അമ്മയുടെ അനുമതിയോടുകൂടെ തന്നെ. പഞ്ചപുച്ഛം അടക്കിയായിരിക്കാം ഭരിച്ചതെങ്കിൽ പകരക്കാരനായിട്ട് തന്നെയാണ്. എങ്കിൽ പോലും ഈ 77 ദിവസം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്, അമ്മ അധികം ആരോടും സംസാരിച്ചിട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആജ്ഞാപിക്കാനോ ആ ആജ്ഞ അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെ ഒരു പിന്നെ ഭരണക്രമത്തിലോട്ട് അമ്മയ്ക്ക് നയിക്കാനും പറ്റിയിട്ടില്ല. അത് സത്യമായ കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഈ 77 ദിവസവും കൊണ്ടുപോയി മുന്നോട്ട്. ഇനിയിപ്പം ഇന്നലെ രാത്രി കൂടി പെട്ടെന്നൊരു 33 പേര് മിനിസ്റ്റേഴ്സ് കൂടിയിട്ടാണ് ഇന്നലെ ഒരു തീരുമാനമുണ്ടായി. മിനിസ്റ്റർ പന്നീർശെൽവം തന്നെ. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം തന്നെ അമ്മയുടെ തലമുറയെ കൊണ്ടുപോയി അദ്ദേഹം തന്നെ ഈ ഒരു 4 വർഷവും പൂർത്തീകരിച്ചിട്ട് അടുത്ത ഒരു ഇലക്ഷൻ ഇനി ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു തർക്കം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇലക്ഷന് നേരിട്ടിട്ട് അവിടെ ഒരു പുതിയ ആൾ വരട്ടെ. അല്ലാത്തിടത്തോളം ഇതിൻ്റെ അകത്ത് ഒരു കുത്തിത്തിരിപ്പിനോ ഇല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റിനോ ഇല്ലെങ്കിൽ ഒരു കടന്നുകയറ്റത്തിനോ ഇപ്പം മുതിരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ തന്നെ പക്ഷേ താങ്കൾ പറഞ്ഞതിൽ ഒന്ന് ഞാൻ കൂട്ടി വായിച്ചോട്ടെ. താങ്കൾ ഇപ്പോൾ തന്നെ പനീർശെൽവം വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ശശികല എന്നതിനപ്പുറത്തേക്ക് എന്ന് കൂട്ടി വായിക്കാം. താങ്കളുടെ പറച്ചിൽ കേൾക്കണം. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം നമ്മൾ അമ്മയുടെ വഴി, അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട്. കാരണം അമ്മയെ എല്ലാവരും ശിരസ വഹിച്ചു, അതായത് അനുസരിക്കുന്നു. സെയിം ഞാൻ അമ്മയെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയ്ക്ക് പറയട്ടെ, അമ്മയ്ക്ക് എങ്കിൽ പിന്നെ ശശികല മാഡത്തോട് പറയായിരുന്നില്ലേ നിങ്ങൾ ഭരിക്കും? പക്ഷെ പറഞ്ഞില്ലല്ലോ. 3 പ്രാവശ്യവും ചാൻസ് കൊടുത്തത് പന്നീർ സാറിനല്ലേ. അപ്പൊ എന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും ഞാൻ അമ്മയുടെ ഒരു വലങ്കൈ, അല്ലെങ്കിൽ അമ്മയുടെ ഞാൻ എൻ്റെ അമ്മ. തീർച്ചയായും സമ്പത്ത് എംപിയിലേക്ക് തന്നെ പോകാം. ശ്രീ സമ്പത്ത് എംപി, അതായത് ഒരുപക്ഷേ ജയലളിതയ്ക്ക് ശേഷം ആര് എന്നത് രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാവുകയാണ്. അനുസ്മരണത്തോടൊപ്പം തന്നെ അത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ജയലളിതയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യം ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് പല ദേശീയ പാർട്ടികളും ഇത്തരത്തിൽ അവകാശവാദങ്ങളുമായി രംഗത്തേക്കെത്തുന്നത്. മോഡി അവിടെ എത്തിയതോ അത്തരത്തിൽ ശശികലയെ തലോടിയതോ അല്ലെങ്കിൽ അത്തരം ദുഃഖം ആശ്വസിപ്പിച്ചതോ ഒന്നുമല്ല. മറിച്ച് പല BJP നേതാക്കന്മാരും കേരളത്തിൽ നിന്ന് പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താണ്, ഇനി AIADMK ദേശീയ പാർട്ടിയുടെ വഴിയിലേക്ക് എത്തും എന്ന തരത്തിലുള്ള ധ്വനി നൽകുന്ന രീതിയിൽ. തമിഴ് മണ്ണിനെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എങ്ങനെയാകും ജയലളിതയ്ക്ക് ശേഷം? തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ നമ്മൾ ഈ മറ്റ് അതിഥികൾ, അതിൽ പ്രത്യേകിച്ച് ശ്രീമതി ഗോമതി അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് വളരെ സാങ്കത്യമുള്ളതായി എനിക്ക് തോന്നുകയാണ്. അനുഭവത്തിൻ്റെയും ആ പരിചയത്തിൻ്റെയും ഒക്കെ പ്രായത്തിൻ്റെയും ഒക്കെ തന്നെ. അപ്പോൾ മസൂദ് സാറും ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നെക്കാൾ പ്രായത്തിൽ മുതിർന്നവരാണ്, ഞാൻ അവരോട് വിയോജിച്ചുകൊണ്ടല്ല പറയുന്നതെങ്കിലും
ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ പണ്ട് മുതൽ തന്നെ, അത് ഗാന്ധിജിയുടെ കാലത്തിനും അതിനു മുമ്പുമെല്ലാം തന്നെ തമിഴ്നാടെന്ന് നമ്മളിന്ന് പറയുന്ന തമിഴ് ഭാഷ സംസാരിക്കുന്നവരുടേതായ ഒരു വീര്യമുണ്ട്. ആ വീര്യം എന്നുള്ളത് വീരപാണ്ഡ്യ കട്ടപ്പമ്മൻ്റെ എല്ലാം ചരിത്രം വായിച്ചാൽ വല്ലാതെ കോൾമയർ കൊള്ളുന്നതാണ് നമ്മളെല്ലാവരും തന്നെ. ഇത് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ഈ കവിത, സാഹിത്യം, കല, രാഷ്ട്രീയം, സംസ്കാരം, അത്തരം കാര്യങ്ങളിലെല്ലാം ഈ ഉത്തരേന്ത്യക്കാർ ഇന്ന് നമ്മളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ജനതയാണ്. ശരിയാണ്, കോൺഗ്രസ് ഒരു കാലത്ത് അപ്രമാദിത്വം ഉണ്ടായിരുന്നു, ശ്രീ കാമരാജിൻ്റെ ഉൾപ്പെടെ പരാജയമുണ്ടായി. അത് നമ്മൾ ദ്രാവിഡ കഴകത്തിൻ്റെ അതൊരു ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരായി, സവർണ ഹൈന്ദവ ആധിപത്യത്തിനെതിരായി, ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരുപാട് ഭീകരമായിട്ടുള്ള ചൂഷണത്തിനെതിരായി, അടിച്ചമർത്തലുകൾക്കെതിരായി ഒക്കെ തന്നെ മുമ്പ് കോളനി വാഴ്ചക്കെതിരായി നടത്തിയതിൻ്റെ തുടർച്ചയായ അത്തരം കാര്യങ്ങൾ വന്നു. നിങ്ങളുടെ ഊരെവിടെയാണ് എന്ന് പോലും ചോദിക്കാതെ, നോക്കൂ, റെയിൽവേ തൊഴിലാളികളെല്ലാം സംഘടിപ്പിച്ചു വന്ന അനന്തൻ നമ്പ്യാരെ പോലെ, അവിടെ ട്രേഡ് യൂണിയൻ നേതാവായി വളർന്നു വന്ന വി പി ചിണ്ടനെ പോലെ, കേരളവുമായി നാഭീനാള ബന്ധം ഉണ്ടായിരുന്ന നാഞ്ചിൽ മനോഹരനെ പോലെ, അതുപോലെ ഒക്കെ തന്നെയാണ് MGR എല്ലാം വളർന്നു വരുമ്പോഴും അവരുടെ അമ്മ ആര് അല്ലെങ്കിൽ അപ്പ ആര്, ഏത് മറ്റൊരു നാട്ടിലാണോ ജനിച്ചത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും തന്നെ അവർ ചോദിക്കുകയുണ്ടായില്ല. അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു സാങ്കത്യവും ഉണ്ടായില്ല. ഉത്തരേന്ത്യയിൽ നിങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യയിലെ പല കാര്യങ്ങളും നോക്കിയാൽ സോണിയാഗാന്ധിയുടെ ജന്മദേശത്തെക്കുറിച്ചാണ് പലപ്പോഴും ചർച്ച ചെയ്യാനായി പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തയ്യാറെടുത്ത് പലപ്പോഴും രംഗത്ത് വരാറുള്ളത് നമ്മൾ കാണാറുള്ളത്. തമിഴ്നാടിൻ്റെ അത്തരത്തിലുള്ളൊരു വിശാല ഹൃദയത്വമുണ്ട്. പക്ഷെ അതെല്ലാം പറയുമ്പോഴും ചില ന്യൂനതകൾ. ഒന്ന്, വല്ലാത്ത വീരാരാധനയാണ്. ആ വീരാരാധന എന്നുള്ളത് അധികാരത്തിൻ്റെ ശ്രേണിയുടെ ഏറ്റവും തലപ്പത്തുള്ള, ഞാൻ നമ്പർ 1 എന്ന് പറയുകയാണ്. ആ നമ്പർ 1 എന്നുള്ളത് പുരുഷനായാൽ പുരുഷനെ, സ്ത്രീയാണെങ്കിൽ സ്ത്രീയെ, ആ വിധത്തിൽ തന്നെ അതൊരു വീരാരാധനയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത് ഉതകുന്നതല്ല. ഇപ്പോൾ നമ്മൾ മലയാളികൾ കാണുന്നത് പോലെ അല്ല തമിഴ്നാട്ടിൽ അവർ രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും കാണുന്നത് എന്നൊക്കെ ഉള്ളത് ശരിയാണ്. കാരണം കേരളത്തിൽ പലപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ആരെങ്കിലും കാണുന്നത് ഈ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന നിലയിലുമൊക്കെയാണ് എങ്കിൽ കേരളം എങ്ങനെയാണ് വീക്ഷിക്കുക? അപ്പുറത്ത് തമിഴ്നാട്ടിലാണ് എങ്കിൽ മുഖ്യമന്ത്രിയോട് പോലും ഒരു ചോദ്യം ചോദിക്കാനായി മാധ്യമ പ്രവർത്തകർക്ക് പോലും ഭയമാണ്. നേരത്തെ തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എഴുതി അത് കൊടുത്താൽ അത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് അത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണ് എങ്കിൽ നൽകി ആ വിധത്തിൽ നൽകുന്നൊരു നിലയിലേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ടാണ് യാത്ര. ഈ യാത്രയിൽ സ്വാഭാവികമായ ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയലളിത നേതൃത്വം നൽകി AIDMK പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും നമ്മൾ കാണാതെ പോകരുത്, DMK എന്ന പാർട്ടി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവ് എന്നുള്ളത് ഒരു പക്ഷേ വോട്ടെണ്ണുന്നതിന് തൊട്ട് മുമ്പ് ദേശീയ മാധ്യമങ്ങളടക്കം തമിഴ്നാട്ടിൽ ആരധികാരത്തിൽ വരും എന്ന സംശയം പോലും ഉണർത്തിയതാണ്. അവിടെ DMKക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വന്നില്ല എങ്കിൽ പോലും നേടിയ സീറ്റുകളുടെ എണ്ണം കുറവല്ല. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, സീറ്റുകളിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അവർ രൂപീകരിച്ച ഒരു മുന്നണിയുണ്ട്. ആ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 20% വോട്ട് കിട്ടിയെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള ഒരു പാർട്ടിക്ക് 33% വോട്ട് കിട്ടിയപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടുകൂടി 33% വോട്ടും ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം 272 എന്നുള്ള മാർക്കിനപ്പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിൽ 20%-ലധികം വോട്ട് നേടിയ ഈ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് കാര്യമായ നിലയിൽ സീറ്റുകൾ നേടാനായി കഴിഞ്ഞില്ല. അവിടെ DMK ഉയർത്തിയ വെല്ലുവിളി എന്നുള്ളത് ഒട്ടും ചെറുതല്ല. ഇവിടെ കഴിഞ്ഞ 5 കൊല്ലക്കാലം ജയലളിതയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിയ എല്ലാ നയങ്ങളും ജനങ്ങളുടെ മുമ്പാകെ അതെല്ലാം തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. ആ വിലയിരുത്തപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് AIDMK പറയുന്നത് പോലെ അമ്മ ദിവംഗതയായി മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല, ശരിയാണ്. പക്ഷേ വികാരം എന്നത് എപ്പോഴും നമ്മെ നയിക്കുന്നതായിട്ടുള്ളൊരു പ്രതിഭാസമല്ല. വികാരത്തിനപ്പുറമായി പലപ്പോഴും നമ്മളെ ദൈനംദിനം ബാധിക്കുന്നതായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളും അവിടെ കടന്നു വരും. അപ്പോൾ വിചാരവും വികാരവും വിവേകവും ഒക്കെ തന്നെ കൂടിക്കുഴഞ്ഞായിട്ട് ആയിരിക്കും രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി ചില അന്തർധാരകൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. അത് DMKയിലും ഉള്ളത് തന്നെയാണ്, AIDMKയിലും ഉള്ളത് തന്നെയാണ്. DMKയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കരുണാനിധി
തൻ്റെ പുത്രൻ സ്റ്റാലിനാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അവിടെ ഒരുപക്ഷെ അദ്ദേഹം വെൻ യു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ളത് പോലെ ഭൂരിപക്ഷം കിട്ടിയാൽ ചിലപ്പോൾ താൻ മുഖ്യമന്ത്രിയായേക്കാം എന്നുള്ള ഒരു ധ്വനിയായിരുന്നിരിക്കാം പറയാതെ പറഞ്ഞു വെച്ചത്. പക്ഷേ ADMK-യിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു 4 കൊല്ലം എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യ സമ്പാദ്യമോ ആ ഒസ്യത്തോ അതല്ല വിഷയം എന്നുള്ളത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഭരണകൂടത്തിൻ്റെ അതിൻ്റെ നിലനിൽപ്പ്, ആ ഭരണം എങ്ങനെയായിരിക്കും, രാഷ്ട്രീയം എന്തായിരിക്കും, ഇതാണ് വിഷയം. അതാണ് ശ്രീ സമ്പത്ത്. ഒരുപക്ഷെ BJPക്കും മോദിക്കും അത് ഹൈജാക്ക് ചെയ്യാനാകുമോ? ജയലളിതയുടെ വിടവ്, BJPയുടെ അവകാശവാദം ഒരുപക്ഷെ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പ് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കണമോ എന്നുകൂടി ശ്രീ സമ്പത്ത്. അല്ല, BJPയെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. BJPക്ക് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ അവരുടെ ആ ഒരു ആധിപത്യം എന്നുള്ളത്, ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇപ്പുറത്ത് UP, പഞ്ചാബിൽ അവരുടെ ഒരു ഗവൺമെൻറ് ഇനിയിപ്പോൾ തുടർന്ന് വരാനായി പോകുന്നില്ല. ഇവിടെ ഞാനിരിക്കുന്ന ഈ സ്റ്റുഡിയോ ഉൾപ്പെടുന്ന ഡൽഹിയിൽ ഇതൊരു പൂർണ്ണ തോതിൽ ഒരു സംസ്ഥാനമല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ പരാജയം വന്നത് 50 മന്ത്രിമാരും 200 MP-മാരുമാണ് വേട്ടക്കിറങ്ങിയത്. പക്ഷേ ജയിക്കാനായി അധികാരം അവർക്ക് നേടാനായി കഴിഞ്ഞിരുന്നില്ല. മുമ്പ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ്. UP അത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. UP-യിലെ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് അവർ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നില്ല. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പലയിടങ്ങളിലും അവർ നടത്തിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയമായ കുതന്ത്രങ്ങളുണ്ട്. ചാണക്യതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. മണിപ്പൂരിൽ നടത്തിയതാണ്, അരുണാചൽ പ്രദേശിൽ നടത്തിയതാണ്. ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ നേരത്തെ കർണാടകത്തിലാണ് BJPയുടെ ഒരു ഗവൺമെൻറ് വന്നുവെങ്കിൽ പോലും 5 വർഷത്തിനിടയിൽ 3 തവണയാണ് മുഖ്യമന്ത്രിമാരെ മാറ്റേണ്ടതായി വന്നത്. അഴിമതി ആരോപണങ്ങളായിരുന്നു വിഷയം. തമിഴ്നാട് സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും വേരുറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അവിടെ ഒരു പാർലമെൻറ്റ് അംഗത്തെ ലഭിച്ചു, അദ്ദേഹത്തെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആക്കി, അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എല്ലാവരോടും നന്നായി ഇടപെടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം 38 MP-മാരുള്ള, കേരളത്തിൻ്റെ ഇരട്ടി നിയമസഭാ അംഗങ്ങളുള്ള, രാജ്യസഭയിലേക്ക് അതുകൊണ്ട് തന്നെ ആ ക്ലൗട്ടുള്ള, പൊളിറ്റിക്കൽ ക്ലൗട്ടുള്ള തമിഴ്നാട് സംസ്ഥാനത്ത് അവരെ സംബന്ധിച്ച് ഒരു സ്വപ്നം എന്നത്, ആ സ്വപ്നത്തിൻ്റെ ഒരു പങ്കെങ്കിലും അവർക്ക് നേടാനായി കഴിയുമോ? അതിന് ഏതെങ്കിലും രാഷ്ട്രീയ കൂട്ടുകെട്ട്, നേരത്തെ ഇവിടെ എനിക്ക് നേരത്തെ സംസാരിച്ച അമ്മമാർ പറഞ്ഞതുപോലെ തന്നെ അത് ഒന്നുകിൽ DMK അല്ലെങ്കിൽ ADMK, ഇതിലേതെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ നിന്നുകൊണ്ടോ ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അതിനെ പിളർത്തിക്കൊണ്ടോ മാത്രമേ അവർക്കത് നേടാനായി കഴിയുകയുള്ളൂ. തമിഴ്നാട് രാഷ്ട്രീയം ആ വിധത്തിൽ വല്ലാതെ പോളറൈസ്ഡ് ആണ്, ധ്രുവീകരിക്കപ്പെട്ടതാണ്. ആ രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിന്ന്, ആ പോളറൈസേഷനിൽ നിന്ന് ഒരു മൂന്നാം ചേരി എന്നുള്ളത് നിലയുറപ്പിക്കുന്നതിന് പകരം അതിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ ഈ പറയുന്നത് പോലെ ഒന്നുകിൽ ഐദർ ADMK ഓർ DMK, ഇതിലെവിടെയെങ്കിലും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഒന്ന് ചുവട് അവർക്ക് ഉറപ്പിക്കാനായി കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് തീർച്ചയായും അത്തരത്തിൽ ധ്രുവീകരിക്കപ്പെട്ടതാണ് തമിഴ് രാഷ്ട്രീയമെങ്കിലും അതിലേക്ക് എത്തപ്പെടുന്ന ദേശീയ താല്പര്യങ്ങൾ ഏത് വിധത്തിലുള്ളതായിരിക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഒരുപക്ഷെ സമ്പത്ത് സൂചിപ്പിച്ചത് വളരെ കാതലായ കാര്യമാണ്. അത്തരത്തിൽ ഉള്ള ഒരു സാധ്യത ഏത് വിധത്തിലാണ് തമിഴ് രാഷ്ട്രീയത്തിൽ കാണുന്നത്? ഈ ദേശീയ പ്രവേശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഹിറ്റായതുകൊണ്ടാണ് ഞാൻ ആ പ്രയോഗം ഇട്ടത്. അല്ല, ദേശീയ പാർട്ടികളുടെ രണ്ടുപേരും ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം MGR രൂപീകരിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് അവർ കോൺഗ്രസുമായിട്ട് ഭരണത്തിൽ പങ്കാളികളായിരുന്നു. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കൊടുക്കും, പകരം നിയമസഭയിലേക്ക് മത്സരിക്കാൻ AIDMKക്ക് കൂടുതൽ സീറ്റ് കൊടുക്കും. തമിഴ്നാട് AIDMK ഭരിക്കും, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കും. അങ്ങനെ ഒരു സമവാക്യം ഉണ്ടായിരുന്നതാണ്. ജയലളിത നേതാവായതിനു ശേഷം അത് കുറച്ചു കാലം തുടരുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് DMK പക്ഷേ അന്നവർ കൂട്ടിയിരുന്നില്ല. പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയം പോലെ വളരെ കൃത്യമായ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല അവിടെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ കൂട്ടുകൂടുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസും BJP-യും തമ്മിൽ കൂട്ടുകൂടുന്നതോ കോൺഗ്രസും CPM-ഉം തമ്മിൽ കൂട്ടുകൂടുന്നതോ ഒക്കെ വളരെ വിചിത്രമായൊരു കാര്യമായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ തമിഴ്നാട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ജയലളിത 1998 പാർലമെൻറ്റ് ഇലക്ഷനിൽ ജയലളിതയുടെ പാർട്ടി BJP-യായിട്ട് സഖ്യം ഉണ്ടാക്കുകയും അവർ ഭരണത്തിൽ വരികയും പിന്നീട് ജയലളിത തന്നെ പിന്തുണ പിൻവലിച്ചതിൻ്റെ പേരിൽ ആ വാജ്പേയിയുടെ സർക്കാർ പുറത്തു പോവുകയും ചെയ്തു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 99 തെരഞ്ഞെടുപ്പിൽ DMK BJP-യുടെ സഖ്യം ഉണ്ടാക്കി. അപ്പോൾ ഈ ആൻറ്റി ബ്രാഹ്മിൻ, ആൻറ്റി ഹിന്ദി ആശയങ്ങളുടെ പേരിൽ ഉണ്ടായി വന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് BJP-യുമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ സഖ്യമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അതിവിചിത്രമായ ഒരു രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലേത്. അതുകൊണ്ട് സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകും. 100% ഉണ്ടാ സാധ്യത. കാരണം ഇന്നത് പാടില്ല, ഇന്നത് പാടുണ്ട് എന്നുള്ളൊരു വ്യവസ്ഥ. തീർച്ചയായും. ശ്രീമതി ഗോമതി അമ്മാൾ, അതായത് ഒരുപക്ഷെ തമിഴ് ജനത
പുറത്ത് പല വൈരുദ്ധ്യങ്ങൾ, ഇത്രയേറെ വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജനത, തമിഴ് ഹിന്ദി വിരുദ്ധ വികാരം, ഒപ്പം തന്നെ വല്ലാത്ത തമിഴ് സ്നേഹം, അത് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു ദേശങ്ങളിലുള്ളവരെ അംഗീകരിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് വൈരുദ്ധ്യം. തിരുക്കുറൽ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സാഹിത്യമായി വലിയ സമ്പന്നതയുണ്ട്. പക്ഷേ പലപ്പോഴും ആത്മഹത്യകൾ, ഇന്ന് തന്നെ 4 ആത്മഹത്യ ഉണ്ടായി. സങ്കടം സംഘർഷത്തിലേക്ക് വഴിമാറാതിരിക്കാൻ വലിയ കരുതലാണ് സ്വീകരിച്ചത്. ഒരുപക്ഷെ ആശുപത്രി വരെ ആദ്യഘട്ടത്തിൽ അടിച്ചു പൊട്ടിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. അതിനൊരു പക്ഷേ ആ മരണവാർത്ത വിടുന്നതിൽ സ്ട്രാറ്റജി വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തത്, വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. കാരണം ഇവരുടെ ഈ വികാരം നമ്മൾ കണ്ടതാണ്. പണ്ട് അന്ന് ആദ്യം MGR മരിച്ചപ്പോൾ തന്നെ ദഹിപ്പിക്കാത്ത അദ്ദേഹത്തെ ബെറി അടക്കിയതിൻ്റെ മെയിൻ കാരണം തന്നെ അന്ന് പറഞ്ഞത്, MGRനെ ദഹിപ്പിച്ചാൽ കൂടെ ചാടാൻ ബാരിക്കേഡെല്ലാം പൊട്ടിച്ച് ജനങ്ങൾ ഓടി വരും. അതേ സെയിം ഇപ്പോൾ ജയലളിതയുടെ കാര്യത്തിലും അങ്ങനെയാണ്. കാരണം അവർക്ക് മരിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ ഭരിക്കുന്നത് ഈ അന്ധമായ സ്നേഹവും വികാരവുമാണ്. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഈ വികാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഒരു സുപ്രഭാതത്തിലൊന്നും അല്ല. ഇതിൻ്റെ അടിത്തറയിട്ടത് ഇപ്പോൾ ഉണ്ണിച്ചെറിയാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ MGR വളരെ കണക്കുകൂട്ടി കാര്യങ്ങൾ നീക്കുന്നു. MGR പിന്നെ കരുണാനിധി സ്വന്തം വാഗ്ധോരണി കൊണ്ട്, തൻ്റെ എഴുത്തുകൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും ജനങ്ങളെ കയ്യിലെടുത്തപ്പോൾ MGR എന്ത് ചെയ്തെന്നറിയാമോ? അഭിനയത്തിലൂടെ. അതെങ്ങനെ അഭിനയിച്ചു? ഞാൻ ഏഴൈത്തോഴനാണ്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും, പാവത്തുങ്ങളുടെ രക്ഷകനാണ്. അങ്ങനെ ഒരു ഇമേജ് സിനിമയിലൂടെ, സിനിമ എന്ന് പറയുന്നത് നമ്മളെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന വിഷ്വൽ മീഡിയ. അത് എന്നും ഇടയ്ക്ക് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പണ്ട് ഈ പ്രതിനായകന്മാർ വളരെ പവർഫുള്ളായിട്ട് സിനിമയിൽ വന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ കള്ളന്മാരും കള്ളനോട്ടടിക്കാരും ഒക്കെ കൂടാൻ കാരണം ഈ പ്രതിനായകന്മാരുടെ ഈ ശക്തമായ ആവിഷ്കാരമാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ MGR ഉണ്ടാക്കിയെടുത്ത ആ കൾട്ട് എന്ന് പറയുന്നത് ഞാൻ സാധുക്കളുടെ കൂടെയാണ്. അത് ഓരോ സിനിമയിലും ഏഴൈത്തോഴൻ. അത് മാത്രമല്ല, MGRന് വേണ്ടി പാട്ട് എഴുതുന്നത് പോലും അങ്ങനെയാണ്. ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ്. അങ്ങനെ ഓരോ പാട്ടിൻ്റെ വരികളിലും അത് കേൾക്കുമ്പോഴേ, അതായത് എവിടെയാണെങ്കിലും MGRൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്പ അണ്ണൻ ആ ഒരു ഇത് കൃത്യമായിട്ട് വളർത്തിയെടുത്തു. ആ വളർത്തിയെടുത്ത് MGR ഇങ്ങനെ പീക്കായിട്ട് നിന്ന് MGR മരിച്ചു കഴിഞ്ഞപ്പോൾ ജയലളിതയ്ക്കറിയാം, ജയലളിത അസാമാന്യമായ ബുദ്ധിവൈഭവമുള്ളൊരു സ്ത്രീയാണ്. നമുക്ക് ജയലളിതയുടെ ആ ബുദ്ധികൂർമ്മതയ്ക്ക് തുല്യമായിട്ട് ആരും പറയാൻ ഒക്കത്തില്ല. ജയലളിത ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നതാണ്. ഏറ്റവും എങ്ങുമില്ലാതിരുന്ന പണ്ട് നിങ്ങൾക്ക് ഒരു മിൽട്ടൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, ആൾ ഈസ് നോട്ട് ലോസ്റ്റ്, അൺകോൺകറബിൾ വിൽ, സ്റ്റഡി ഓഫ് റിവെഞ്ച്, immortal hate and courage, never to submit or yield, never to submit, I won't submit. എവിടെ വന്നാലും ജയലളിതയെ കൊണ്ടുവന്ന MGR പോലും പലപ്പോഴും ജയലളിതയെ ഒരല്പം ഭയത്തോടെ നോക്കിക്കണ്ടിരുന്നു. കാരണം അത്രമാത്രം ബുദ്ധിവൈഭവം, പിന്നെ ഭയങ്കര വായന, അത്ര അറിവ്, ലോകത്തെപ്പറ്റി അപ്ഡേറ്റിംഗ് ആണ്. ജയലളിത സുഖമില്ലാതെ ഇരുന്നാലും ജയലളിതയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഷീല ഒരിക്കൽ പറഞ്ഞിരുന്നു, ഷീലയും ജയലളിതയും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പോൾ രണ്ടുപേരും വീട് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഷീല ഒരു വലിയ വീട് വെച്ചു. വീട് നിറയെ ഒരുപാട് സാധനങ്ങൾ, ഷോക്കേസ് നിറയെ പലവിധ ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ വെച്ച് അലങ്കാര വസ്തുക്കളൊക്കെ നിറച്ച് ഭംഗി നോക്കി വെച്ച് ജയലളിതയുടെ വീട്ടിൽ പോയി. ഇപ്പോൾ ജയലളിതയും രണ്ടുപേരും ഒരേപോലെ വീട് വെച്ചാണ്. ജയലളിതയുടെ വീട്ടിൽ ജയലളിത ഏറ്റവും കൂടുതൽ സ്പേസ് ഒരുക്കിയിരുന്നത് ലൈബ്രറിക്കായിരുന്നു, പുസ്തകങ്ങൾക്ക്. ഷി വാസ് എ വെരി ഒറേഷ്യസ് റീഡർ. അത് മാത്രമല്ല, വായിക്കുന്നത് മുഴുവൻ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അസാധാരണമായ ബുദ്ധിവൈഭവം, വായിച്ചത് മനസ്സിലാക്കാൻ, അത് സമയത്ത് പ്രയോഗിക്കാൻ. ഇവിടെ ഈ ആന അണപ്പല്ലിൽ ഇത് വെക്കുന്ന പോലെ അവരെ തള്ളിയവരൊന്നും അവർ മറന്നില്ല. ഈ EN ജാനകിയുടെ മോനാണ് ഈ ആ വണ്ടിയിലോട്ട് കയറാൻ പോയപ്പോൾ അവരെ തള്ളിയിട്ടത്. അതൊന്നും അവർ മറന്നില്ല. അവരാ വേണ്ട സമയത്ത് വേണ്ട പോലെ അവരെ അടിച്ചു. തീർച്ചയായും BJP പ്രതിനിധി VV രാജേഷ് കൂടി ചേരുകയാണ്.